നമസ്കാരം. മുംബൈ മഹാനഗരത്തിൻ്റെ അധോലോക നായകന്മാരെ നാണിപ്പിക്കുന്ന പ്രവർത്തനമാണ് കേരളത്തിലൂടെ നടക്കുന്നത്. PV അൻവർ MLA പറഞ്ഞത് കേരളത്തിൽ ഒരു ദാവൂദ് ഇബ്രാഹിം ഉണ്ടെന്നാണ്. എന്നാൽ കേരളത്തിൽ നൂറുകണക്കിന് ദാവൂദ് ഇബ്രാഹിമാരും ഛോട്ടാ രാജനും അരുൺ ഗവലിയും ഹാജി മസ്താനുമൊക്കെയുണ്ട്. കേരളത്തിൽ 4 എയർപോർട്ടുകളിലും ദിനേന നൂറുകണക്കിന് കിലോ സ്വർണ്ണമാണ് ഇറങ്ങുന്നത്. ഇതോടൊപ്പം തന്നെ 1000 കോടിയുടെയും 2000 കോടിയുടെയും ലഹരി ഇടപാടുകളും ഹവാല ഇടപാടുകളും നടക്കുന്നു. കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികൾ കുറ്റവാളികൾക്ക് എതിരെ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. സ്വർണ്ണക്കടത്തുകാരായ കേരിയർമാരെ കൊന്നുതള്ളിയും കൊട്ടേഷൻ സംഘങ്ങൾ വിലപേശുമ്പോൾ അന്വേഷണ ഏജൻസികളും കേന്ദ്ര സംസ്ഥാന ഏജൻസികളും നിഷ്പ്രഭമാണ്. പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയിലെ ഉന്നതരായ നേതാക്കന്മാരുടെ ആശീർവാദ അനുഗ്രഹത്തോടെയാണ് സ്വർണ്ണക്കള്ളക്കടത്തും ഹവാല ഇടപാടുകളും ലഹരി കടത്തും കൊലപാതകങ്ങളും സിനിമ സീരിയൽ രംഗത്തുള്ള സ്ത്രീകളെ വിലപേശി വാങ്ങിക്കുന്നതും ബലാത്സംഗത്തിന് ഇരയാക്കുന്നതും. കൂട്ടിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അന്വേഷണ ഏജൻസികളും. ഇതിനിടയിലാണ് തൃശ്ശൂരിലെ ATM കൗണ്ടറുകളിൽ കഴിഞ്ഞ ദിവസം നടന്ന കവർച്ച സംസ്ഥാനത്തെ ബാങ്കിംഗ് മേഖലയെ ഭീതിയിലായെത്തിയത്. രാജ്യത്തെമ്പാടും ATM കൗണ്ടറുകൾ തകർത്ത് കവർച്ച നടത്തുന്ന സംഘത്തെയാണ് ഇതിന് പിന്നിൽ. സംഭവം നടന്ന് 5 മണിക്കൂറിനുള്ളിൽ തമിഴ്നാട്ടിൽ വെച്ച് ഇവരെ പിടികൂടിയെന്ന് ആശ്വാസകരമാണെങ്കിലും ഇത്തരം സംഭവം ആവർത്തിക്കില്ലെന്ന് നിലവിലെ സാഹചര്യത്തിൽ ഉറപ്പിച്ചുകൂടാ. കേരളത്തിലെ രാത്രികൾ സുരക്ഷിതമല്ല എന്ന പരാതി പൊതുവെയുണ്ട്. പിടിച്ചുപറി, മോഷണം, ഗുണ്ടാവിളയാട്ടം, ലഹരി സംഘങ്ങളുടെ അഴിഞ്ഞാട്ടം, ബൈക്ക് റേസിംഗ് എന്നിങ്ങനെ നഗരങ്ങളിലും നഗര പ്രാന്ത പ്രദേശങ്ങളിലും രാത്രിയുടെ മറവിൽ നടക്കുന്നുണ്ട്. അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള ഹൈവേ റോബറി സംഘങ്ങൾ കേരളത്തിലെ ഒരു ലക്ഷ്യമാണ്. കവർച്ച നടത്തി രക്ഷപ്പെട്ടവരെ പിടിക്കാൻ കേരള പോലീസ് ബീഹാറിലെ നേപ്പാൾ അതിർത്തിയിൽ പോയി തിരിച്ചു വന്ന വാർത്ത ശനിയാഴ്ച നാം വായിച്ചതേയുള്ളൂ. അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിഥി തൊഴിലാളി വേഷങ്ങളിൽ വരുന്ന ക്രിമിനലുകളും ഉത്തരേന്ത്യൻ തിട്ടൂര സംഘങ്ങളും കേരളത്തിൽ നിരന്തര ഭീതി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സ്വർണത്തിൻ്റെയും പണത്തിൻ്റെയും ആളൊഴിഞ്ഞ വലിയ വീടുകളുടെയും ഇടമാണ് സംസ്ഥാനം എന്ന ധാരണയിലാണ് ഇക്കൂട്ടർ വരുന്നത്. ഇതിനെ കർശനമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ നിയമപാലന സംവിധാനമാണ് ഇത്തരം ഭീഷണികളെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ പോലീസ് സേനയ്ക്ക് ആൾബലവും കാര്യക്ഷമതയുമുണ്ടോ എന്ന ചോദ്യമുയരുക സ്വാഭാവികം. രാത്രി 2 മണി കഴിഞ്ഞാൽ പോലീസ് പെട്രോളിംഗ് ശക്തമല്ല. ഇത് മുതലെടുത്ത് സാമൂഹ്യ വിരുദ്ധർ നിരത്തിലിറങ്ങുന്നത്. ഏറെ കെട്ടിഘോഷിച്ചു വാങ്ങിയ നിർമ്മിത ബുദ്ധി ക്യാമറകൾ മിക്കതും പ്രവർത്തനക്ഷമമല്ല എന്നാണ് പരാതി ഉയരുന്നത്.